ആം ആദ്മി പാർട്ടി മലമ്പുഴ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പി ജെ സജി മലമ്പുഴയിൽ വോട്ടർമാരെ കാണുന്നു. ഒരു മാറ്റം അനിവാര്യമാണെന്ന് വോട്ടർമാർ അഭിപ്രായപ്പെട്ടു. ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ പ്രതീക്ഷയുണ്ടെന്ന് വോട്ടർമാർ സജിയോട് പറയുന്നു. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കുക. നമുക്ക് ചെറിയ മാറ്റങ്ങൾ വേണം. അല്ല, മണ്ഡലം വരുമ്പോൾ നമുക്ക് മണ്ഡലം വരും, പുതുപ്പരിയാരും ഇതെല്ലാം വരും. അപ്പോൾ ചേച്ചിയോടും പറഞ്ഞ് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്താ വന്നിരിക്കുന്നത് എന്റെ അവിടെ കിടന്ന് പിടിക്കില്ലേ വെറുതെ ഉണ്ട്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ സജി. വോട്ട് കൊടുത്തിരിക്കും, ഇവർ ഉറപ്പായിട്ട് വോട്ട് കൊടുത്തിരിക്കും. ഇങ്ങനെയുള്ള പിള്ളേർക്ക് വോട്ട് കൊടുക്കുന്ന പറഞ്ഞ് ഉറപ്പിച്ച കേസാണ്. അത് 100 വട്ടം നിങ്ങൾ എവിടെ പറഞ്ഞാലും നമ്മൾ പറയും. ഇപ്രാവശ്യം താങ്കളുടെ വോട്ട് ആം ആദ്മി പാർട്ടി ഇവിടെ സജിക്ക് ഉറപ്പല്ലേ? ഈ സജിക്ക് കൊടുക്കൂലേ? എന്റെ വോട്ട് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വോട്ടുകൾ അറിയാവുന്നവരുടെ എല്ലാവരുടെയും പറയും ഇവർ വോട്ട് കൊടുക്കണമെന്ന് പറയും. നമ്മുടെ ചങ്കാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പൊ ഇവിടെ UDF ഉണ്ട്, LDF ഉണ്ട്, BJP ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലേ? LDF UDF അല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ റിംഗ് റോഡിൻ്റെ പാലം അത് വലിയൊരു വിഷയം തന്നെയല്ലേ? തീർച്ചയായിട്ടും. എത്ര വർഷമായി അത്? 5 വർഷമായി. ഇപ്പം പിന്നെ 5 അല്ല, ശരിക്കും പറഞ്ഞൊരു 15 വർഷമായി ഈ പഴയ പാലം പണി ഉപേക്ഷിച്ചിട്ട്. അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തുടങ്ങിയതാണിത്. അത് ഒരു വ്യക്തിയായിട്ടുള്ള തർക്കത്തിൻ്റെ പേരിൽ അത് ഉപേക്ഷിച്ചു. കഴിഞ്ഞ് പുതിയ പാലം വന്നു. അതിപ്പോൾ 5 വർഷത്തോളം ആറായി. അപ്പോൾ മൊത്തത്തിൽ 20 വർഷമായി. 21 വർഷമായി. ഇപ്പോഴും റിംഗ് റോഡ് പൂർണ്ണമായിട്ടില്ല. ഇനിയും ഒരു 2 വർഷം കൂടെ പിടിക്കുമെന്ന് എനിക്ക് തോന്നണത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. കാരണം ഇപ്പോഴും അതിൻ്റെ പകുതി പണി പോലും ആയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഈ മാറി മാറി വന്ന സർക്കാരുകളൊന്നും അതിന് മുൻഗണന എടുത്തില്ല എന്നാണോ നമുക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. അവരത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒരു വർഷം കൊണ്ട് 9 മാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇവിടെ നിരവധി ഈ ആദിവാസികളും അപ്പുറത്ത് കുറേ ജനങ്ങളും താമസിക്കുന്നുണ്ട്. അവർക്ക് ഏക ആശ്രയം ഈ ഒരു പാലാണ്. മഴക്കാലമായ വളരെ ബുദ്ധിമുട്ടല്ലേ യാത്ര ചെയ്യാൻ, വിദ്യാർത്ഥികളടക്കം? തീർച്ചയായും. പിന്നെ ഒരു എമർജൻസി ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ 26 കിലോമീറ്റർ ചുറ്റിയാലോ അവർക്ക് പാലക്കാട് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ 8 കിലോമീറ്റർ 10 കിലോമീറ്ററിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും. പിന്നെ രാത്രിയായി കഴിഞ്ഞിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ പോർഷനുള്ളിൽ കൂടെ പോകാൻ പറ്റില്ല, അവർ കയറ്റടിക്കും. പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഭാഗത്ത് താമസിക്കുന്നവർക്കുണ്ട്. ഞങ്ങളും പണ്ട് ഇവിടെ താമസിച്ചിരുന്നത്, ഇവിടെ ആരും താമസിച്ചിരുന്നത്. ഇപ്പം ഞാൻ കുറച്ചായിട്ട് ടൗണിലാണ്. പക്ഷെ അന്ന് ബുദ്ധിമുട്ടും കാരണം അങ്ങോട്ട് പോയതാണ്. ഇപ്പോൾ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും വന്യമൃഗ ആക്രമണവും സഞ്ചാര ബുദ്ധിമുട്ടും ഒക്കെ നോക്കിയിട്ടാണ് ടൗണിലേക്ക് മാറിയത്. അപ്പോൾ മലമ്പുഴയിൽ ഈ പ്രദേശത്തുള്ളവരൊക്കെ ടൗൺ അന്വേഷിച്ച് പോകേണ്ട ഒരു ഗതികേടാണ് വന്നിരിക്കുന്നത്. ആൾക്കാർ ഈ തെക്കേമലമ്പുഴ ഭാഗത്തുള്ളവരൊക്കെ ഒരു 90% ആൾക്കാരും ടൗണിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ സ്ഥലം മാത്രം ഇവിടെ ഉണ്ട്, താമസമൊക്കെ അവിടെ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. അതെ. ഇനിയിപ്പോൾ ആര് വരണം എന്നാണ് പറയുന്നത്? ഏതെങ്കിലും നല്ല ഭരണത്തിന് നന്നായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ വരട്ടെ എന്ന് വിചാരിക്കുന്നു. APL BPL എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം അതായിട്ട് യാതൊരു ബന്ധവുമില്ല. പണമുള്ള ആളുകൾക്കും ആ ചികിത്സയുണ്ട്, പണമില്ലാത്ത ആളുകൾക്കും ഈ ചികിത്സയുണ്ട്. ഇതന്നെ സ്കൂളിൻ്റെ കാര്യത്തിൽ. സ്കൂളുകളെ സർക്കാർ സ്കൂളും പ്രൈവറ്റ് സ്കൂൾ ഇങ്ങനെ നിന്നിരുന്നതാണ്. സർക്കാരും പ്രൈവറ്റും ഒന്നായി, ഒരേ ക്വാളിറ്റി. അപ്പോൾ 2 സ്കൂളിലേക്കും അയക്കാനുള്ള സാധ്യത തുറന്നു. നിങ്ങൾക്ക് സർക്കാർ സ്കൂളിലേക്ക് അയക്കാം, പ്രൈവറ്റ് ഇല്ലാതാക്കിയിട്ടില്ല. പ്രൈവറ്റിനെ നിലനിർത്തി. പക്ഷേ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ശക്തമാക്കി
സർക്കാർ സ്കൂളുകൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളത് എടുത്ത് കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം ഇതിന് ആരെ ബിൽഡ് ചെയ്യുക? ഇതൊന്നും വലത് കാലിലും വന്ന് ഇടത് കാലിലും ഇടത് കാലിലും വന്ന് വലത് കാലിലും നോക്കിയിട്ട് കാര്യം. പാർട്ടികളുണ്ട് അല്ലേ, അതിന് പ്രശ്നം മാറ്റി ചിന്തിക്കുക. നിങ്ങളെല്ലാവരും നമ്മൾ ആ പുരുഷന്മാരെടുക്കണില്ല, നിങ്ങൾ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ചിഹ്നം. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളുടെയൊക്കെ വോട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ അമ്മ പണിയെടുക്കാൻ പോകുന്ന പോലെ തന്നെയാണ് എൻ്റെ അമ്മയും പഞ്ചായത്ത് പറഞ്ഞ് പോകുന്നത്. ആ ഒരു ഉറപ്പുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ ഇവിടെ ഒന്ന് കണ്ടു തീർത്തത്. ഞങ്ങളൊരു വീഡിയോ പിടിക്കാൻ പോയതാണ്, 5 മണിയാകുമ്പോൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ വോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറണ്ട് ബില്ലിൽ 1 രൂപ അടയ്ക്കേണ്ട പഞ്ചാബിൽ.